വെൽക്കം ടു ആദ്യാസ് വൺ വേൾഡ്. എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ഞാൻ ഒരു ദിവസം പബ്ജി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു. അന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു. അപ്പം ഫ്രണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നതാണ് ഈ ബൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ഫ്ലവർ ഞാൻ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പം ഞാൻ അവൾക്ക് ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം അവള് എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെ ഉണ്ടാകും. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ വന്നപ്പം എനിക്ക് ഐഡിയ തോന്നി നിങ്ങളെയും കൂടെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. എന്തോന്ന് വെച്ചാൽ ഞാൻ ക്വാർട്ടേഴ്സിലോട്ട് ഷിഫ്റ്റായി. അച്ഛൻ ഇപ്പോഴാണ് ക്വാർട്ടേഴ്സ് കിട്ടിയത്. അത് കഴിഞ്ഞ് എൻ്റെ എക്സാം ആയിരുന്നു സ്കൂളിൽ. അപ്പം ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. അമ്മയും വീഡിയോ എടുക്കാൻ ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ഈ ഒരു ഫ്ലവറിന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ 5 or 6 A4 sheets പേപ്പർ വേണം, പെൻസിൽ വേണം, ഗ്ലൂ വേണം, ഈ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇതില്ലേ കപ്പ്, ഗ്ലാസ് വേണം, പിന്നെ ഒരു സിസേഴ്സും വേണം. ഇത്രയും കൊണ്ടൊരു ക്യൂട്ട് ബ്യൂട്ടിഫുൾ ഫ്ലവറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ കളർ പേപ്പർ തീർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ A4 സൈസിൽ ഉണ്ടാക്കുന്നത്. കളർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്കൊരു പേപ്പർ എടുക്കണം. അതിനെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്ന പോലെ ഫോൾഡ് ചെയ്യണം. ഒരേ ലെങ്ത്തിൽ ഫോൾഡ് ചെയ്യണം. ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട്, ഇതേപോലെ തന്നെ ഇതിനെ ഇപ്പുറത്തെ സൈഡിലോട്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ കപ്പ് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഇതിൽ ട്രേസ് ആവണം. അപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ച കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ട്രേസ് ചെയ്തിട്ടുണ്ട് ഒരു സർക്കിള്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ സർക്കിള് നമുക്ക് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് സ്മോൾ സർക്കിൾസ് കിട്ടും. ഇങ്ങനത്തെ കുറേ കിട്ടും. അപ്പം ചിലത് ഇങ്ങനെ വരും. എന്നാൽ നമുക്ക് കട്ട് ചെയ്യണേ. കുറേ ഇത് കിട്ടിയിട്ടുണ്ട് പേപ്പർ. നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ പോലെ ഒരുപാട് പേപ്പർ വേണം. അപ്പം ടിഷ്യൂ വെച്ചാണ് ഇത് ചെയ്യാറുള്ളത്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ടിഷ്യൂ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ വെച്ച് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഗ്ലാസ് എടുക്കണം. അപ്പം ആദ്യത്തെ പേപ്പർ എപ്പോഴും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഗ്ലൂ തേച്ചുകൂടാ.
വെറുതെ വയ്ക്കണം. അടുത്ത പേപ്പറിൽ ആ ഫസ്റ്റ് പേപ്പറിൽ കുറച്ച് ബ്ലൂ ബോർഡറിൽ തേച്ചിട്ട് ഇത് അതിൻ്റെ മുകളിലല്ല സൈഡിലോട്ട് ഇത് കണക്റ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെയാവും. ഇനി നമുക്ക് അതുപോലെ തന്നെ അടുത്ത പേപ്പർ വച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാ പെറ്റൽസും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ആ ഫ്ലവർ ഗ്ലാസ്സിൽ നിന്ന് എടുക്കാം. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ കുറച്ച് തന്നത് ഒരുപാട് പേപ്പർ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. ഞാൻ കുറച്ച് പേപ്പർ വെച്ചേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ കൊള്ളാമേ. അപ്പം ഇതിന് നമുക്ക് മണം കൂടെ വരുത്താം. അപ്പം ഞാൻ കുറച്ച് പെർഫ്യൂം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്പ്രേ ചെയ്യാം. കുറച്ച് സ്പ്രേ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ പേപ്പർ അലിഞ്ഞു പോവേ, മെൽട്ടായി പോകും. അപ്പൊ ഇതിന് സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും കാർഡിലോ ഇല്ലെങ്കിൽ ഒരു ഇതേപോലെ ബൊക്കെ ഉണ്ടാക്കിയൊക്കെ വീട്ടിലും വയ്ക്കാം, ഡെക്കറേഷനും ചെയ്യാം, ഗിഫ്റ്റും കൊടുക്കാം. ക്യൂട്ട് ഫ്ലവറാണ്. അപ്പോൾ ഇതൊരു ക്യൂട്ട് ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണ്, ഹോം മെയ്ഡ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. പിന്നെ ഇതിൽ ജന്മാഷ്ടമിക്കോ ഇൻഡിപെൻഡൻസ് ഡേക്കോ ഒക്കെയുള്ള വീഡിയോ അടുത്തത് വരുന്നതായിരിക്കും. ബൈ.